ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ കുക്കറിൽ ഉണ്ടാക്കിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ. ഉറപ്പായിട്ടും നിങ്ങൾ ലൈഫിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പിയാണ് കേട്ടോ. കാരണം ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇത്ര ടേസ്റ്റി ആവുന്നു, ഇത്ര അടിപൊളിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സംഭവം ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായി എന്നുള്ളതാണ് കേട്ടോ സത്യം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ കുക്കർ എടുത്ത് നല്ല കഴുകി വൃത്തിയാക്കി നല്ലോണം വെള്ളം വാർത്തിട്ടാണ് കേട്ടോ ചിക്കൻ എടുത്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, എരിവിന് ആവശ്യമായിട്ട് നിങ്ങൾ മുളക് പൊടി ഇട്ടാൽ മതി. ഞാനിവിടെ 2 ടീസ്പൂൺ ഇട്ടിക്കണം, അത് കുറച്ച് അധികമായിരുന്നു. പിന്നെ അതിലോട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണിനടുത്ത് മതി. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ 1 ടീസ്പൂണിനടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്ന് ടേസ്റ്റി ആകാൻ വേണ്ടി മാത്രം കുറച്ച് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കപ്പൊക്കെ മതി. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള ചിക്കൻ്റെ അളവ് പറഞ്ഞാൽ ഒരു പകുതി ചിക്കനൊക്കെ എടുത്താൽ എങ്ങനെ, ഒരു കോഴി വാങ്ങിയിട്ട് അതിൻ്റെ പകുതി എടുത്താൽ ഇങ്ങനെ ആ ഒരു ലെവലിലൊക്കെ എടുത്താൽ മതി കേട്ടോ. ഒരു കോഴി ഫുള്ളായിട്ടൊന്നുള്ള അളവല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടതിന് ശേഷം കൈ വെച്ച് നല്ലോണം ഒന്ന് കുഴച്ച് കൊടുക്കുക. ചിക്കനിലൊക്കെ എല്ലായിടത്തേക്കും മസാല പിടിക്കുന്ന രീതിയിൽ കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കണേ. കൈ വെച്ച് നല്ലോണം കുഴച്ച് കൊടുത്ത ശേഷം നമുക്കിത് വേവിക്കാൻ വെക്കുക. റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ റെസ്റ്റ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒറ്റ വിസിലിന് വേവിച്ചെടുത്താൽ മതി. ചെറിയ ചിക്കനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ വന്ന ഉടനെ തന്നെ ആവിയൊക്കെ കളഞ്ഞിട്ട് തുറക്കണേ. അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതൊന്ന് വറ്റിച്ചെടുത്ത ശേഷം നമുക്കതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് തട്ടാം. ഇനിയിപ്പോൾ നിങ്ങൾ വലിയൊരു കോഴിയൊക്കെയാണ് എടുത്തുക്കണേന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വന്ന ശേഷം എന്ത് ചെയ്യുക, കുറച്ച് സമയം വെക്കുക. എന്നിട്ട് അതിൽ ആവിയൊക്കെ പോയിട്ട് തുറന്നാൽ മതി. ഒരു വിസിൽ മാത്രം അടുപ്പിച്ച് ആവി മുഴുവൻ പോയ ശേഷം തുറന്നിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ പിന്നെ അതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലോട്ട് മാറ്റുക. എന്നിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഡ്രൈ ആക്കണം കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ഇളക്കി കൊടുത്ത് നല്ല ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. കാണുമ്പോൾ നമുക്കൊരു ചിക്കൻ ഫ്രൈഡ് രൂപത്തിൽ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് എണ്ണയിലൊന്നും പൊരിച്ച കോലത്തിലൊന്നും കിട്ടൂലെങ്കിലും എണ്ണ ഒന്നും ചേർക്കാതെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഉണ്ടാക്കി നോക്കിയിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. താങ്ക്